പണ്ട് കാലത്ത് ആനയെന്നല്ല ഇവിടെ ഒരു കാട്ടുമൃഗങ്ങളും ഇല്ലായിരുന്നു. ഇപ്പൊ 2 വർഷം കൊണ്ടാണ് ഇവിടെ ഈ മൃഗങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യം. ഇതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു നിവൃത്തിയായി. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പേ പഞ്ചായത്ത് DFOയും ഞങ്ങൾ എല്ലാവരും കൂടെ 2 കമ്മിറ്റി കൂടി ഉടൻ തന്നെ ഫോറസ്റ്റുകാർ അതിന് വേണ്ടുന്ന സംവിധാനം നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അവരെ ഈ ഏരിയയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാത്രി ഞങ്ങൾ അവരെ വിളിച്ചാൽ തന്നെ അവര് വന്നിട്ട് റോഡെ ബീറ്റ് നടത്തിയിട്ട് അവർ തിരിച്ചു പോകുന്നു. വരുന്നത് ആരാ, നോക്കാൻ വരുന്നത് ആരാ? ലേഡീസാ വരുന്നത്, ഇവരുടെ കൂടെ വരുന്നത്. അതുകൊണ്ട് ഇത് യാതൊരു, അതായത് ഫോറസ്റ്റ് എന്ന് പറയുന്ന അവരും നമ്മൾ ജനങ്ങളെ പറ്റിക്കാനും കബളിപ്പിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനായി മാറിയിരിക്കുകയാണെന്നുള്ളതിന് യാതൊരു സംശയവും ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഞങ്ങള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇപ്പൊ കോന്നി മാർക്കറ്റിൽ പോയി മാറ്റിക്കൊണ്ട് വരണം. ആ ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശം മൊത്തം കാട് പിടിച്ച് കിടക്കുക. കാരണം എന്താ? കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ചെയ്താൽ ആർക്കും കിട്ടത്തില്ല. കുരങ്ങ് ഭയങ്കര ശല്യം, പന്നി, ആന, കാട്ടുപോത്ത് ഈ തോടിന്റെ സൈഡിലുണ്ട് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്നത്. ഇങ്ങോട്ട് ഇതുവരെ കയറിയിട്ടില്ല. അതായത് ഈ പ്രദേശം ഇപ്പൊ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏറിയായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കോടതിയുടെ ഇടപെടലിൽ ഞങ്ങൾക്ക് എന്തുവേലും കോടതി മുഖാന്തരം ഞങ്ങൾക്ക് ഇതിനൊരു പഞ്ചായത്ത് മുഖേന അവരെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടു തരുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അമിക്കസ് കൂടി വന്നപ്പോൾ ഇന്ന് പുള്ളിക്കാരോട് ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതെ, കല്ലേലി ചെറുക്കുഴി ഭാഗമാണ് ഞങ്ങളുടെ ഇവിടെ കത്തോലിക്ക പള്ളിയുടെ ഭാഗമാണ്. ദിവസവും വൈകുന്നേരവും ഒരു 9 മണി കഴിയുമ്പോൾ ആന ഇറങ്ങുന്നുണ്ട്. രാത്രി മനുഷ്യന് കിടന്നിറങ്ങാക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് കിടന്നിറങ്ങാക്കത്തില്ല. 4 പടക്കം 4 വല്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നനങ്ങാതെ മാറി നിൽക്കുക. എൻ്റെ അയ്യത്ത് തന്നെ വന്ന് ഒരു 10-30 കവുകും 2 തെങ്ങും അടിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ അയ്യത്തിറങ്ങി രാവിലെ 8:30 റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ വന്നു. നാട്ടുകാരെല്ലാം കൂടെ കൂടി വായും വെച്ച് ഞാനും കൂടെ ചിരട്ടയെല്ലാം കൂടി തട്ടി, അതുകൊണ്ടത് ഞാൻ രക്ഷപ്പെട്ടു. വലിയ ശല്യമായിട്ട് വന്നിരിക്കുക. ഈ ജനങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുക ആനയും കൊണ്ട്. അതുകൂടാതെ വന്യമൃഗങ്ങൾ വേറെയുണ്ട്. പ്ലാവ്, മാന്, കാട്ടുപോത്ത്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത കണ്ടീഷൻ. കോടതിയിൽ നിന്ന് എന്തോ ഒരു നല്ല പ്രതീക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം കൂടി ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തെങ്കിലും സഹായം കിട്ടും എന്നുള്ള ധാരണയാണ് ഞങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. ആൾക്കാരെല്ലാം മൊഴിയെടുത്തു. എല്ലാവരും ഞങ്ങളെല്ലാം ഇവിടെ നാട്ടുകാരെല്ലാം കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റിന്റെ ഏരിയയിൽ, ഞങ്ങളുടെ ഏരിയയിൽ ഫെൻസിങ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇത് കിടങ്ങ് കുഴിച്ചാൽ മാത്രമേ, ഫെൻസിങ് വെച്ചിട്ട് കാര്യമില്ല, ഇളങ്കളയും കിടങ്ങ് കുഴിച്ചിട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അടുത്ത സ്ഥലങ്ങളുമായി എല്ലാം അടുത്തടുത്താണ്. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാതെ വന്നിരിക്കുക. കൃഷി ചെയ്യാനൊക്കത്തില്ല. എൻ്റെ പേര് ബേബി. ഈ അർത്ഥകണ്ഠം തോട് ഒഴുകുന്നത് കൊണ്ട് അത് വറ്റാത്ത വെള്ളം അതിനകത്ത് കിടക്കുക. അപ്പൊ ആനയ്ക്ക് ഇപ്പൊ ഈ മലകളിലും ഇവിടെ എല്ലാം കാട്ടിൽ ഇപ്പൊ ഉണക്കായി കഴിഞ്ഞപ്പോൾ വെള്ളമില്ലാതെ വന്നപ്പം കാട്ടിൽ തീറ്റയും ഇല്ലാതെ വന്നപ്പോൾ ആന ഇപ്പൊ എപ്പോഴും ഈ തോടിന്റെ വക്കത്തും തോട്ടിലുമായിട്ട് കറക്റ്റായിട്ട് നിന്ന് അവിടെ കയറി ഓടിച്ച് പറിച്ചിട്ട് സന്ധ്യയാവുമ്പം നേരെ നമ്മുടെ പറമ്പിലോട്ട് കയറിയിട്ട് നാശം ഉണ്ടാക്കുക. എന്നിട്ട് ഈ ആന ഞങ്ങൾ പടക്കം വെക്കുമ്പോൾ നേരെ ഇതിലെ കയറി മാമൂടെ കോഴഞ്ചേരി മുരിപ്പ് അങ്ങ് വരെ അങ്ങ് പോയിട്ട് ദിവസവും 3-4 ഊട്ടുവാറ വരെ പോയിട്ടാണ് ഇപ്പൊ ആന വരുന്നത്, തിരിച്ചു വരുന്നത്. 7 മണി 8 മണിയാകുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നത്.